യു എയിൽ ജോലി അന്വേഷിക്കാൻ വരുന്നവർ അറിയേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത് കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വിസ തട്ടിപ്പ് വ്യാപകമായിട്ട് നടക്കുന്നുണ്ട്. ഏജൻറ്റുമാരെ കണ്ണടച്ച് വിശ്വസിക്കരുത്. 2, നാട്ടിൽ നിന്ന് അപേക്ഷ അയച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ വിസിറ്റ് വിസയിൽ വന്ന് ജോലി അന്വേഷിക്കുന്നതായിരിക്കും നല്ലത്. മൂന്നാമത്തത്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഭയങ്കര ചൂടാണ് കേട്ടോ. ഇവിടെ പലരും ആനുവൽ ലീവിൽ പോകുന്ന സമയമാണ്. അതുകൊണ്ട് ഇൻ്റർവ്യൂകളും കുറവായിരിക്കും. സെപ്റ്റംബറിൽ വരുന്നതായിരിക്കും നല്ലത്. 4, അറ്റസ്റ്റ് ചെയ്ത എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം. ഇവിടെ അറ്റസ്റ്റ് ചെയ്യുന്നതിന് ചിലവ് കൂടുതലാണ്. 5, ദുബായിൽ മാത്രം മെട്രോ സൗകര്യമുള്ളൂ. ഇവിടെ ഓട്ടോറിക്ഷകളില്ല. ടാക്സി കൂലിയും വളരെ കൂടുതലാണ്. ഒരു എമിറേറ്റ്സിൽ നിന്നും മറ്റൊന്നിലേക്ക് കടക്കുമ്പോൾ ടാക്സി ചാർജ് ഇരട്ടിയാകും. മെട്രോവും ബസ് റൂട്ടും ഉള്ള സ്ഥലത്ത് താമസിച്ചാൽ നിങ്ങൾക്ക് ചിലവ് ചുരുക്കാം. 6, താമസിക്കാൻ ബെഡ് സ്പേസ് കിട്ടും. കൊള്ളാവുന്ന ഒരു ബെഡ് സ്പേസ് ലഭിക്കാൻ മിനിമം 500 ദറാംസെങ്കിലും ആവും. 8 ദറാംസ് മുതൽ 10 ദറാംസെങ്കിലും വേണം ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ. 300 ദറാംസോ അല്ലെങ്കിൽ 350 ദറാംസ് കൊടുത്ത് ഒരു മാസം 3 നേരം ഫുഡ് കിട്ടുന്ന മെസ്സുകൾ ഇവിടെ പല ഇടങ്ങളിലുമുണ്ട്. 7, റിക്രൂട്ടിംഗ് ഏജൻസി ജോലി വാഗ്ദാനം ചെയ്ത് രജിസ്ട്രേഷൻ ഫീസ് ഇനത്തിൽ 200 ദറാംസോ 250 ദറാംസോ ഒക്കെ ചോദിക്കും. പലതും തട്ടിപ്പാണ്. ജോലി കിട്ടിയ ശേഷം പൈസ തരാമെന്ന് പറയുക. 8, സ്കൂളുകളിൽ റിക്രൂട്ട്മെൻറ്റ് കൂടുതലും നടക്കുന്നത് ജനുവരി മുതൽ ജൂൺ വരെയാണ്. സ്കൂളുകളിൽ BEdയും കോളേജുകളിൽ PhDയും നിർബന്ധമാണ്. പല സ്കൂളുകളിലും IELTS സ്കോറും ചോദിക്കുന്നുണ്ട്. 9, നാട്ടിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും ഇവിടെ ഫ്രഷറായിട്ടാണ് പരിഗണിക്കപ്പെടാൻ സാധ്യത കൂടുതലും. ചെറിയ ശമ്പളത്തിൽ തുടങ്ങേണ്ടി വന്നാലും കഴിവും അധ്വാനിക്കാൻ മനസ്സുമുള്ളവർക്ക് വിജയിക്കാം. 10, പീക്ക് സീസൺ ഒഴിവാക്കി യാത്ര ചെയ്യാൻ ശ്രമിച്ചാൽ ചെറിയ നിരക്കിൽ വിമാന ടിക്കറ്റ് ലഭിക്കും. 11, നാട്ടിൽ പോരുന്നതിനും അടുപ്പിച്ച് ജോബ് പോർട്ടലുകളിലും UAEയിലെ ജോബ് ഗ്രൂപ്പുകളിലും രജിസ്റ്റർ ചെയ്തിട്ട് ജോലി അന്വേഷിക്കാൻ തുടങ്ങുക. നിങ്ങളുടെ അതേ ഫീൽഡിൽ ജോലി ചെയ്യുന്നവരുടെ സഹായവും തേടുക. 12, ജോലി ലഭിക്കുന്നതിന് നിങ്ങളുടെ CV റെസ്യൂമിന് വലിയ പ്രാധാന്യമുണ്ട്. ഓരോ പോസ്റ്റിലേക്കും 100 കണക്കിന് അപേക്ഷകളാണ് വരുന്നത്. അതിൽ നിന്നും നിങ്ങളുടെ CV തിരഞ്ഞെടുക്കണമെങ്കിൽ അതിന് മികവും പ്രൊഫഷണലിസവും ഉണ്ടാവണം. നിങ്ങളുടെ CV നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കണം. വലിയ കമ്പനികൾ ഇപ്പോൾ ഓട്ടോമാറ്റിക് റെസ്യൂം ഷോർട്ട് ലിസ്റ്റിംഗ് ആണ് ചെയ്യാറുള്ളത്. അതിനാൽ അപേക്ഷിക്കുന്ന ജോലിയുമായി ബന്ധപ്പെട്ട കീവേഡ്സ് വെവ്വേറെ ആഡ് ചെയ്തതിന് ശേഷം മാത്രം അപേക്ഷിക്കുക. എന്നാൽ മാത്രമേ CV ഫൈനൽ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ട് ഇൻ്റർവ്യൂവിന് വിളിക്കുകയുള്ളൂ. 13, ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യമുള്ളവർക്ക് എല്ലാ മേഖലയിലും സാധ്യതകൾ കൂടും. 14, നമ്മുടെ സഹായത്താൽ ജോലിയോ താമസ സൗകര്യമോ കിട്ടിയ കുടുംബക്കാരോ സുഹൃത്തുക്കളോ പോലും നിങ്ങളെ ജോലി തേടി വന്നതറിഞ്ഞ് വിളിച്ചാൽ ഫോൺ എടുക്കണമെന്നില്ല. അവരുടെ കൂടെ താമസിക്കാമെന്ന് മോഹിക്കരുത്. മിനിമം ഒരു ബെഡ് സ്പേസ്, 2 നേരമെങ്കിലും ഭക്ഷണം കഴിക്കാനും ഇൻ്റർവ്യൂവിന് പോകാനുള്ള വണ്ടിക്കൂലിയും എങ്കിലും കയ്യിൽ കരുതണം. എന്നിട്ട് മാത്രമേ വിമാനം കയറാവൂ. 15, ഇവിടുത്തെ നിയമങ്ങൾ അനുസരിക്കുക. സീബ്ര ലൈൻ ക്രോസിങ്ങിലൂടെ അല്ലാതെ റോഡ് മുറിച്ച് കടന്നാൽ പോലും മിനിമം 500 ദറാംസ് ഫൈന് ലഭിക്കും. 16, സ്വന്തം ആവശ്യത്തിനുള്ള സോപ്പ്, ചീപ്പ്, കണ്ണാടി, കഴിക്കുന്ന മരുന്നുകൾ മുതലായവയുടെ ഒരു കിറ്റ് കരുതുക. 17, സ്ത്രീകൾക്ക് പൊതുവെ ഇവിടെ സുരക്ഷിതമാണെങ്കിലും ജോലി വാഗ്ദാനം നൽകിയുള്ള തട്ടിപ്പുകൾ ധാരാളം നടക്കുന്നുണ്ട്, സൂക്ഷിക്കുക. 18, ഇഫ് ദർ ഈസ് എ വിൽ ദർ ഈസ് എ വേ. ഓൾ ദ ബെസ്റ്റ്.